അഫാൻ കൊലപ്പെടുത്തിയ 5 പേരുടെയും മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങി. സംസ്കാരം വൈകിട്ട് നടക്കും. എലിവിഷം കഴിച്ച് തീവ്രപരിചരണ വാർഡിൽ ചികിത്സയിലായിരുന്ന പ്രതി അഫാനെ വാർഡിലേക്ക് മാറ്റി. ഇയാൾക്ക് നിലവിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. കഴിഞ്ഞ 1 മാസമായി മദ്യപിക്കുന്നുണ്ടെന്നും ലഹരി ഉപയോഗിക്കുന്നില്ല എന്നുമാണ് അഫാന്റെ മൊഴി. ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ കഴിയുന്ന അഫാന്റെ ഉമ്മയുടെ മൊഴി രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. വിശദാംശങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ മെഡിക്കൽ കോളേജിൽ നിന്നും ചേരുന്നുണ്ട്. അപ്പോൾ അഫാന്റെ വീട്ടിൽ നിന്നും ജിബിൻ ജെബിയും സൽമ ബീഗത്തിന്റെ വീട്ടിൽ നിന്നും പ്രശാന്ത് കൃഷ്ണയും ഒപ്പം വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ ജി നാഥും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം അമൽ തേനമ്പറമ്പിലേക്ക്. അമൽ, മെഡിക്കൽ കോളേജിൽ ഇവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ച് അത് പുരോഗമിക്കുകയാണ്. എപ്പോഴാണ് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക? ഞാനിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ മോർച്ചറിയുടെ ഭാഗത്താണുള്ളത്. മോർച്ചറിയിൽ ഇപ്പോൾ 5 മൃതദേഹങ്ങളും എത്തിച്ചിട്ടുണ്ട്. 5 മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുന്നു. അധികം വൈകാതെ തന്നെ മൃതദേഹങ്ങൾ ഇവിടെ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോകും. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം വൈകുന്നേരമായിരിക്കും സംസ്കാരം ഉണ്ടാകുക. എല്ലാവരെയും ഇന്ന് തന്നെ സംസ്കരിക്കുമെന്നുള്ളതാണ് നാട്ടുകാരും അതോടൊപ്പം തന്നെ ബന്ധുക്കളും എല്ലാം വ്യക്തമാക്കുന്നത്. രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാൻ വൈകിയ അവരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് കുറച്ച് വൈകി ഇവിടേക്ക് എത്തിക്കാനായത്. ബാക്കി ലത്തീഫിൻ്റെയും അതോടൊപ്പം തന്നെ ഭാര്യയുടെയും എല്ലാം മൃതദേഹം രാവിലെ തന്നെ എത്തിച്ചിരുന്നു. അതോടൊപ്പം പ്രതിയുടെ മുത്തച്ഛിയുടെ മൃതദേഹവും ഉമ്മുമ്മയുടെ മൃതദേഹവും നേരത്തെ തന്നെ എത്തിച്ചിരുന്നതാണ്. ഏറ്റവും ഒടുവിൽ ഈ പ്രതിയുടെ സഹോദരൻ്റെ മൃതദേഹമാണ് എത്തിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇവിടെ പുരോഗമിക്കുന്നു. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ 1-ാം വാർഡിൽ ഈ പ്രതി ചികിത്സയിൽ ഇപ്പോഴും തുടരുകയാണ്. അവിടെ ചികിത്സയിൽ തുടരുന്ന പ്രതിയുടെ മൊഴിയെടുപ്പും നടക്കുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തി കഴിഞ്ഞ 2 മണിക്കൂറോളം സമയമായി പ്രതിയുടെ മൊഴിയെടുക്കുകയാണ്. നിലവിൽ ഇന്നലെ ആശുപത്രിയിലേക്ക് എത്തിയ സമയത്ത് ചില ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിക്കുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ട്. അതിൻ്റേതായ പ്രശ്നങ്ങളൊന്നും തന്നെ കാണിക്കുന്നില്ല. നേരിയ അളവിൽ മാത്രമാണ് എലിവിഷം ഉള്ളിൽ ചെന്നത് എന്നുള്ളതാണ് പറയുന്നത്. ആദ്യം കുഴിമന്തിയിൽ ഈ എലിവിഷം കലക്കി കഴിച്ചു എന്നുള്ളതാണ് പറഞ്ഞത് എങ്കിൽ ഇപ്പോൾ അത് മാറ്റി പറയുകയാണ്. പെപ്സിയിൽ എലിവിഷം കലക്കി കഴിച്ചു എന്നുള്ളതാണ് പ്രതി ഇപ്പോൾ നൽകുന്ന മൊഴി. അതോടൊപ്പം തന്നെ പോലീസിനോടും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്.